പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ ലാലേട്ടനെ കുറിച്ചാണ്. ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്, ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ദേഷ്യം വരാത്തൊരു വ്യക്തിയാണ്, ആരും ഉപദ്രവിക്കാത്ത വ്യക്തിയാണ്. എല്ലാം ഇത്ര മോശം ആൾക്കാർ എന്തൊക്കെ പെരുമാറി കഴിഞ്ഞാലും ഇപ്പം നാൾ കണ്ടില്ലേ, ഒരു മാധ്യമപ്രവർത്തനം ഈ മൈക്കൊണ്ടൊരു കുത്തുകുത്തിയിട്ട് പോലും മൂപ്പർക്ക് അതൊന്നും ചിരിച്ച് മൂപ്പര് പറഞ്ഞാൽ നിന്നെ ഞാൻ നോട്ടിട്ടുണ്ട് കേട്ടാ മൂപ്പര ശൈലിയിൽ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടുത്തെ നടികൾക്ക് മോഹൻലാലിനെ ഒരു ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൂടാ. അവർ വളരെ അധികം വിഷമത്തിലാണ് നടികൾ നിൽക്കുന്നത്. അതാരൊക്കെയാ? നമ്മുടെ മഞ്ജു വാര്യർ ഇപ്പോൾ പല സ്വർണ്ണക്കടയിലും അംബാസഡറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ അലിയ ഭട്ട, അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ, ഇങ്ങനെയുള്ള കുറേ പരസ്യങ്ങളിൽ, അതുപോലെ തന്നെ കണ്ടമാനം ജ്വല്ലറികളുടെ പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കുന്ന കുറച്ച് നടികളുണ്ട്. അവർ വളരെ വിഷമത്തിലാണ്. കാരണം എന്താണ്? മോഹൻലാൽ ഒരു ജ്വല്ലറിയിലെ ഡയമണ്ട് നെക്ലസ് ഇട്ടിട്ടും അതുപോലെ തന്നെ കമ്മലിട്ടിട്ടൊക്കെ അഭിനയിച്ചു. അത് അവർക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഈ പരസ്യങ്ങളൊക്കെ ഇനി മോഹൻലാലിനെ വിളിച്ച് ജയിക്കുമോ? ആ പരസ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ട് വൈറലായി. അപ്പോൾ ഒരു പരസ്യം വൈറലായി, ആ മോഹൻലാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും അധികം വൈറലായുള്ള പരസ്യമാണ് ആ പരസ്യം. അപ്പോൾ അതും കൂടി വന്നോട് കൂടിയിട്ട് മറ്റുള്ള നടികളൊക്കെ അവരെ കഞ്ഞിയിൽ പാറ്റ വീണമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പോരാതിന് മഞ്ജു വാര്യർ ഇപ്പോൾ സിനിമ വരെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ വല്ല ജ്വല്ലറിയിലും മറ്റുള്ള കാര്യങ്ങളിലും പരസ്യങ്ങളിലും മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് മോഹൻലാൽ അവരെ തട്ടകത്തേക്ക് കടന്നു കയറിയിട്ട് അവരെ ആക്രമിച്ച് അവരെ കഞ്ഞിയിൽ പാറ്റിയിടുന്നത്, അവരെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നത്. ഇത് അവർക്ക് സഹിക്കുമോ? അലിയപ്പെട്ടൊക്കെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരുപാട് ജ്വല്ലറിയിലും മലബാറും ഗിമലാറും കുറേ ബ്രാൻഡുകളിലൊക്കെ ജ്വല്ലറിയിലൊക്കെ അഭിനയിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്കൊന്നും ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം എന്താണ്? ഇനി ഇവിടെ ഞങ്ങൾ ഈ പരസ്യം വൈറലായിട്ട് കൂടിയിട്ട് ഇനിയിപ്പം മോഹൻലാൽ മതിയല്ലോ, എന്തിനാണ് ഇപ്പം ഇനി വേറൊരു ആള്? അപ്പോൾ ഇനിയൊരു വേറൊരു സൂര്യവായത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കെന്തായാലും ആ പരസ്യത്തിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഒന്ന് കാണാം. നമ്മൾ പണ്ട് മോഹൻലാലിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് കാശിൽ തെണ്ടി നടക്കുന്നു നാട്ടിലെന്ന് പറഞ്ഞ പോലെ. ഇതിപ്പോൾ വളരെ രസകരമായ ഒരു പരസ്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് കണ്ടാലും വളരെ കോമഡി ഉണ്ട്, നല്ല രസമുണ്ട്, നല്ല ശൃംഗാര ഭാവമാണ് ഇതിൽ മോഹൻലാൽ അഭിനയിച്ചു പോകുന്നത്. അപ്പോൾ മോഹൻലാൽ എവിടെ കാല് കുത്തിയോ അവിടെ പിന്നെ ഇനി വേറെ ആരും ഇനി അവിടേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് ഒരു 10 രൂപ വാരി കൊണ്ടുവരാമെന്ന് ചിന്തിക്കേണ്ട. ഇപ്പോൾ മോഹൻലാൽ പരസ്യ രംഗത്ത് കൊടുകുത്തി വാഴുന്ന ഒരു മന്നനാണ്. ആ ആൾ ഇനിയിപ്പോൾ സ്ത്രീകൾ ചെയ്യുന്ന പരസ്യങ്ങളും കൂടി ചെയ്തു തുടങ്ങി. അതുകൊണ്ട് മക്കളിനി ഒരു കാര്യം ചെയ്യുക, അത്യാവശ്യം പോയി സിനിമകളിലൊക്കെ അഭിനയിക്കുക. ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ ലാലേട്ടൻ മതി ഈ ജ്വല്ലറികളിലെ പരസ്യം അഭിനയിക്കാനായിട്ട്. ഇത്രയും മനോഹരമായിട്ട് മോഹൻലാൽ ഈ ജ്വല്ലറിയിലെ പരസ്യം അഭിനയിച്ചുകൊണ്ട് സ്ത്രീകൾ അഭിനയിച്ചാൽ നമ്മൾക്ക് ഇത്രയും ആസ്വാദനം തോന്നില്ല. അതിനേക്കാളും ശൃംഗാരഭാവത്തിനനുസരിച്ചിട്ട് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ട് മോഹൻലാലിന് ഒരു ശൃംഗാരഭാവം പറയുമ്പോൾ ഒരു പെണ്ണിൻ്റെ ഒരു ലുക്ക് പോലും വരുന്നുണ്ട്. ആ ഒരു ഭാവത്തെ കണ്ണുകളിലും നിങ്ങൾ ആ ചിരിയും മറ്റുള്ളതൊക്കെ നോക്കിയാൽ ഒരു വ്യത്യസ്ത ലാലേട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് ആ പരസ്യം വന്നാൽ നമ്മൾ വിടാണ്ട് കാണും. എന്തായാലും ലാലേട്ട ഇവരൊക്കെ പോയി സിനിമയിൽ അഭിനയിക്കട്ടെ. നമുക്കിനി ജ്വല്ലറികളിൽ ഡയമണ്ട് നെക്ലസ് ആയിട്ടും അതുപോലെ തന്നെ മാലയായിട്ടും സാരി മാലയായിട്ടും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.